ഹലോ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബ്രൂസ്ലി PSCയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ LDCക്ക് വേണ്ടിയുള്ള മോഡൽ എക്സാമിന് ഇന്നും നമ്മൾ 40 ചോദ്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെയാണ് മുഴുവൻ എക്സാമും എഴുതാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് 40 ചോദ്യങ്ങളുണ്ട്. അതിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ എക്സാമിന് നമ്മൾ ചെറിയൊരു കട്ട് ഓഫ് വെച്ചിട്ടുണ്ട്, 29 മാർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് കട്ട് ഓഫ് കടക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എക്സാം കഴിഞ്ഞതിന് ശേഷം എക്സാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാ ക്വസ്റ്റ്യനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. PSC അടുത്ത കാലങ്ങളിലേക്ക് ചോദിച്ചതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത്രയ്ക്കും ഇമ്പോർട്ടൻറ്റ് കൊടുത്തുമാണ് ഈ എക്സാം എഴുതേണ്ടത്. നോക്കപ്പം ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫ്രയോണിൻ്റെ രാസനാമം എന്തെന്നാണ്? ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. ഏതാണ്? ഡൈക്ലോറോ ഡൈഫ്ലൂറോ മീഥേൻ. ഡൈക്ലോറോ ഡൈഫ്ലൂറോ മീഥേൻ ആണ് ഫ്രയോണിൻ്റെ രാസനാമം. ട്രൈക്ലോറോമീഥേൻ എന്തോന്നാണ്? ട്രൈക്ലോറോമീഥേൻ നമ്മുടെ ക്ലോറോഫോമിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് ട്രൈക്ലോറോമീഥേൻ. ട്രൈക്ലോറോമീഥേൻ ക്ലോറോഫോമിൻ്റെ സയൻറ്റിഫിക് നെയിമാണ്. സിങ്ക് ഫോസ്ഫൈഡ് എന്തിൻ്റെ സയൻറ്റിഫിക് നെയിമാണ്? സിങ്ക് ഫോസ്ഫൈഡ് നമ്മുടെ എലിവിഷം ഉണ്ടല്ലോ, എലിവിഷത്തിൻ്റെ ആണ്. എലിവിഷത്തിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് എന്താണ്? സിങ്ക് ഫോസ്ഫൈഡ്. സിങ്ക് ഫോസ്ഫൈഡ് എലിവിഷം. അതേപോലെ നാഫ്തലിൻ എന്തിൻ്റെ കെമിക്കൽ നെയിമാണ്? നാഫ്തലിൻ പാറ്റാഗുളിയ. പാറ്റാഗുളിയയുടെ രാസനാമമാണ് നാഫ്തലിൻ. അതുപോലെ നമ്മുടെ സോഡിയം ബൈകാർബണേറ്റ് ഒക്കെ അറിയാലോ. സോഡിയം കാർബണേറ്റ് അലക്കുകാരവും സോഡിയം ബൈകാർബണേറ്റ് അപ്പക്കാരവും. നമ്മൾ ബൈക്കിലാണ് പോയി അപ്പം വാങ്ങിക്കാൻ പോകണമെന്ന് ഓർത്താൽ കടയിൽ. അപ്പം സോഡിയം ബൈകാർബണേറ്റ് ബൈക്കിൽ അപ്പക്കാരം, അപ്പം വാങ്ങിക്കാൻ പോകണം കടയിൽ അപ്പക്കാരം. സോഡിയം കാർബണേറ്റ് അലക്കുകാരം. സോഡിയം കാർബണേറ്റ് അലക്കുകാരം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, ഏത് പ്രക്രിയയിലൂടെയാണ് ഹൈഡ്രജൻ വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്നത്? ഏത് പ്രക്രിയ കൂടിയാണ്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അപ്പം ഹൈഡ്രജൻ്റെ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ഉൽപ്പാദനത്തിനാണ് ബോഷ് പ്രക്രിയ. ബോഷ് പ്രക്രിയ ഉപയോഗിച്ചാണ്. ഹേബർ പ്രോസസ്സ് എന്തിൻ്റെയാണ്? ഹേബർ PSC കുറേ തവണ കേട്ടിട്ടുള്ളതാണ്. ഹേബർ പ്രോസസ്സ് എന്തിനാണ്? അമോണിയാണ്. അമോണിയാണ്. ഹേബർ പ്രോസസ്സ് അമോണിയാണ്. അതുപോലെ തന്നെ ഡീക്കൻസ് ഏതിൻ്റെ ഉൽപ്പാദനമാണ്, നിർമ്മാണ പ്രക്രിയയാണ്? ഡീക്കൻസ് ക്ലോറിൻ്റെയാണ്. ഡീക്കൻസ് ക്ലോറിൻ്റെയാണ്. ഈ സമ്പർക്ക പ്രക്രിയ കോണ്ടാക്റ്റ് പ്രോസസ്സ് ഏതിൻ്റെയാണ്? ഏതാണ്? സൾഫ്യൂരിക് ആസിഡാണ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയയാണ് സമ്പർക്ക പ്രക്രിയ അഥവാ കോണ്ടാക്റ്റ് പ്രോസസ്സ്. സൾഫ്യൂരിക് ആസിഡിൻ്റെയാണ്. അതുപോലെ തന്നെ സയനൈഡ് പ്രക്രിയ ഏതിൻ്റെയാണ്? നമ്മുടെ ഗോൾഡ് സിൽവറിൻ്റെ ഒക്കെ നിർമ്മാണ പ്രക്രിയ എന്ന് പറയുന്നതാണ് സയനൈഡ് പ്രോസസ്സ്. സയനൈഡ് പ്രോസസ്സ്, ഗോൾഡ് സിൽവർ. ഓസ്റ്റ് വാൾട്ടപ്പ് എന്തിൻ്റെ പ്രോസസ്സാണ്? നൈട്രിക് ആസിഡിൻ്റെയാണ്. നൈട്രിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയയാണ് ഓസ്റ്റ് വാൾട്ട് പ്രക്രിയ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യമാണ്, വിയർക്കുമ്പോൾ വസ്ത്രങ്ങൾ നമ്മുടെ ശരീരത്തോട് ഒട്ടിച്ചേർന്ന് കിടക്കാൻ കാരണമാകുന്ന ബലം ഏതെന്നാണ്? ഏതാണ്? വിയർക്കുമ്പോൾ നമ്മുടെ വസ്ത്രങ്ങൾ ശരീരത്തോട് ഒട്ടിച്ചേർന്ന് കിടക്കാൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ എ ആണ്. അഡ്ഹിഷൻ ബലമാണ്. അഡ്ഹിഷൻ ബലമാണ്. അഡ്ഹിഷൻ ബലം എന്താണ്? വ്യത്യസ്ത മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷനാണ് അഡ്ഹിഷൻ ബലവും. അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള മോളിക്യൂൾസിൻ്റെയാണ് കൊഹിഷൻ. ആ കോമൺ ആയിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ കോമൺ ആയിട്ടുള്ള മോളിക്യൂൾസിൻ്റെ അട്രാക്ഷൻ കൊഹിഷനും, ഓപ്പോസിറ്റ് പറഞ്ഞത് അഡ്ഹിഷൻ ബലമാണ്. അപ്പം ശരീരത്തോട് ഒട്ടിച്ചേർന്ന് കിടക്കാൻ അഡ്ഹിഷൻ ബലമാണ്. നാലാമത്തെ ചോദ്യമാണ്, റെയിൽ പാളങ്ങൾക്കിടയിൽ വിടവ് ഇട്ടിരിക്കുന്നത് എന്തിനാണ്? സിമ്പിൾ ചോദ്യമാണ്. എന്തിനാണ്? താപീയ വികാസം പരിഗണിച്ച്. റെയിൽവേ ട്രാക്കൊക്കെ നല്ലപോലെ ഹീറ്റാകും, നല്ലപോലെ ചൂട് കൊള്ളുമ്പോൾ എന്താണ്? വികസിക്കും. നമ്മൾ നോർമലായിട്ട് നോക്കറിയാം, നമ്മുടെ വലിയ വലിയ കെട്ടിടങ്ങളിലായാലും അതുപോലെ നമ്മുടെ പാലങ്ങളിലായാലും ഇടയ്ക്ക് ചെറിയ ഗ്യാപ്പ് ഇട്ടിരിക്കും, ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഗ്യാപ്പ് ഇട്ടിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് അറിയാം, താപീയ വികാസം പരിഗണിച്ചാണ്. അഞ്ചാമത്തെ ചോദ്യമാണ്, സൗരയുധത്തിൽ ശയനപ്രദക്ഷിണം നടത്തുന്ന ഗ്രഹമേത്? ഏതാണ് ശയനപ്രദക്ഷിണം നടത്തുന്ന ഗ്രഹം? 45 ഓപ്ഷൻ ഡി ആണ്. യുറാനസ് ആണ്. ഏതൊക്കെ ഗ്രഹങ്ങൾക്കിടയിലാണ് ക്ഷുദ്രഗ്രഹങ്ങൾ സൂര്യനെ വലം വയ്ക്കുന്നത്? ഏതൊക്കെ ഗ്രഹങ്ങൾക്കിടയിലുള്ളതാണ് ക്ഷുദ്രഗ്രഹങ്ങൾ?
ഏതാണ് ഏതിൻ്റെയൊക്കെയാണ്? ചൊവ്വ. ഓക്കെ, നമ്മൾ പ്രതീക്ഷിക്കാതെ ചൊവ്വയും വേഴത്തിൻ്റെ ഇടയിലുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ക്ഷുദ്രഗ്രഹങ്ങൾ സൂര്യനെ വലം വയ്ക്കുന്നത് ഏതൊക്കെ ഗ്രഹങ്ങൾക്കിടയിലുള്ളതാണ്? ചൊവ്വയുടെയും വേഴത്തിൻ്റെയാണ്. ഓക്കെ, ചൊവ്വയുടെയും വേഴത്തിനെയാണ്. അതുപോലെ തന്നെ ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങളുടെ എണ്ണം 2 എണ്ണമാണ്. ഓക്കെ, 2 ഗ്രഹങ്ങൾക്ക് ഉപഗ്രഹങ്ങൾ ഇല്ല. സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്ന ഗ്രഹം ഏതാണ്? സൂര്യൻ പടിഞ്ഞാറ് എന്താണ്? ശുക്രൻ എന്ന് വിചാരിച്ചാൽ മതി. ശുക്രൻ. ഓക്കെ, സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്ന ഗ്രഹം ഏതെന്ന് കേട്ടിനാൽ ശുക്രനാണ്. ഓക്കെ, സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്ന ഗ്രഹം ശുക്രനാണ്. അതുപോലെ നമ്മൾ പ്ലൂട്ടോയ്ക്ക് പദവി നഷ്ടപ്പെട്ടതെന്നാണ്? പ്ലൂട്ടോയ്ക്ക് ഗ്രഹപദവി നഷ്ടപ്പെട്ടത് 2006-നാണ്. ഓക്കെ, 2006-നാണ്. ഓക്കെ, 2006-നാണ് പ്ലൂട്ടോയ്ക്ക് ഗ്രഹപദവി നഷ്ടപ്പെട്ടത്. 6-ാമത്തെ ചോദ്യമാണ്, ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചതാര്? ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഐസക് ന്യൂട്ടനാണ്. ഓപ്ഷൻ സി ഐസക് ന്യൂട്ടനാണ്. 7-ാമത്തെ ചോദ്യമാണ്, മനുഷ്യൻ്റെ ശ്രവണ പരിധിയിലും ഉയർന്ന ശബ്ദം ഏതുപോലെ അറിയപ്പെടുന്നു? മനുഷ്യൻ്റെ ശ്രവണ പരിധിയിലും ഉയർന്ന ശബ്ദം എത്രയാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, അൾട്രാസോണിക് സൗണ്ടാണ്. ഓക്കെ, അൾട്രാസോണിക് സൗണ്ടാണ്. അപ്പോൾ ഇൻഫ്രാസോണിക് സൗണ്ട് ഏതാണ്? മനുഷ്യൻ്റെ ശ്രവണ പരിധിനേക്കാളും താഴ്ന്ന സൗണ്ടാണ്. ഓക്കെ, ഇൻഫ്രാസോണിക് മനുഷ്യൻ്റെ ശ്രവണ പരിധിനേക്കാളും കുറഞ്ഞ ശബ്ദത്തിന് നമ്മൾ ഇൻഫ്രാസോണിക്. അതുപോലെ തന്നെ അൾട്രാസോണിക് മനുഷ്യൻ്റെ ശ്രവണ പരിധിനേക്കാളും ഉയർന്ന ശബ്ദത്തിനാണ്. മനുഷ്യൻ്റെ ശ്രവണ പരിധി എത്രയാണ്? 20 ഹെർട്സ് ടു. ഓക്കെ, 20 ഹെർട്സ് ടു 20 കിലോ ഹെർട്സ് വരെയാണ്. ഓക്കെ, 20 ഹെർട്സ് ടു 20 കിലോ ഹെർട്സ് വരെയാണ് മനുഷ്യൻ്റെ ശ്രവണ പരിധി. അതുപോലെ ശ്രദ്ധിക്കേണ്ടതാണ്, പ്രതിധ്വനി ഉണ്ടാകുവാൻ ആവശ്യമായ കുറഞ്ഞ ദൂരപരിധി എത്രയാണ്? പ്രതിധ്വനി ഉണ്ടാകാൻ 17 മീറ്ററാണ്. PSC കുറേ തവണ കേട്ടിട്ടുള്ളതാണ്. 17 മീറ്റർ. അത് നമ്മുടെ എക്കോ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ എവിടെയെങ്കിലും റൂമിലേക്ക് പോയി ഹലോ എന്ന് പറഞ്ഞാൽ ഹലോ 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 ഇങ്ങനെ കേൾക്കൂല. ഇത് ഉണ്ടാകാൻ വേണ്ടിയുള്ള കുറഞ്ഞ ദൂരമാണ് 17 മീറ്റർ. ഓക്കെ, 17 മീറ്റർ. അടുത്ത ചോദ്യമാണ്, 8-ാമത്തെ ചോദ്യമാണ്, ബ്രാസ് ഏതൊക്കെ ലോഹങ്ങളുടെ സങ്കരമാണ്? ബ്രാസ് ഏതൊക്കെ ലോഹങ്ങളുടെ സങ്കരമാണ്? ഏതിൻ്റെയൊക്കെയാണ്? ബ്രാസ് ചെമ്പിൻ്റെയും സിങ്കിൻ്റെയാണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. 9-ാമത്തെ ചോദ്യമാണ്, ഹൈഡ്രജൻ വേപ്പർ ലാമ്പുകൾ പുറപ്പെടുവിക്കുന്ന നിറം എന്നാണ്? ഹൈഡ്രജൻ വേപ്പർ ലാമ്പുകൾ പുറപ്പെടുവിക്കുന്ന നിറം ഏതാണ്? 9 ഓപ്ഷൻ എ ആണ്. ഓക്കെ, നീലയാണ്. ഓക്കെ, HB എന്നോർത്തായി. HB ഹൈഡ്രജൻ ബ്ലൂ. ഹൈഡ്രജൻ ബ്ലൂ. നമ്മുടെ 10-ാമത്തെ ചോദ്യമാണ്, ബയോഗ്യാസിലെ പ്രധാന ഘടകം ഏതെന്നാണ്? ബയോഗ്യാസിലെ പ്രധാന ഘടകം ഏതാണ്? ബയോഗ്യാസിലെ പ്രധാന ഘടകം ഓപ്ഷൻ സി ആണ്, മീഥെയിൻ ആണ്. ഓക്കെ, ഓപ്ഷൻ സി മീഥെയിൻ ആണ്. 51-ാമത്തെ ചോദ്യം, നമ്മുടെ 11-ാമത്തെ ചോദ്യം, 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് റിലീഫ് ഓഫ് ലക്നൗ എന്ന ചിത്രം വരച്ചതാരെന്നാണ്? ആരാണ്? റിലീഫ് ഓഫ് ലക്നൗ ഓപ്ഷൻ എ ആണ്. ഓക്കെ, തോമസ് ബാർക്കർ ആണ്. ഓക്കെ, തോമസ് ബാർക്കർ. നമ്മുടെ ബാറിൽ നിന്ന് റിലീസായി പറഞ്ഞ ഓർത്തായി. ഓക്കെ, തോമസ് ബാർക്കർ. ഓക്കെ, റിലീഫ് ഓഫ് ലക്നൗ തോമസ് ബാർക്കർ ആണ്. 12-ാമത്തെ ചോദ്യമാണ്, തടവിലിരിക്കെ കസ്തൂർബ ഗാന്ധി അന്തരിച്ചത് എവിടെ വെച്ചാണ്? തടവിലിരിക്കെ കസ്തൂർബ ഗാന്ധി അന്തരിച്ചത് എവിടെ വെച്ചാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ആഖാഖാൻ കൊട്ടാരത്ത് വെച്ചാണ്. ആഖാഖാൻ കൊട്ടാരത്ത് വെച്ചാണ്. ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പൂനെയിലാണ് കേട്ടോ. പൂനെയിലാണ് ആഖാഖാൻ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. പൂനെയിലാണ്. അടുത്ത ചോദ്യമാണ്, 13-ാമത്തെ ചോദ്യമാണ്, 2ാം കേരള സന്ദർശനത്തിൽ ഗാന്ധിജി സന്ദർശിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ഏതാണ്? നമ്മുടെ റാണി സേതു ലക്ഷ്മിബായി ആണ്. ഓക്കെ, റാണി സേതു ലക്ഷ്മിബായി ആണ്. ഏതൊക്കെ വർഷങ്ങളാണ് ഗാന്ധി കേരളം സന്ദർശിച്ചത്? 1920, 1925, 1927, 1934, 1937. ഓക്കെ, ഈ വർഷങ്ങളിലാണ് ഗാന്ധിജി കേരളം സന്ദർശിക്കുന്നത്. 1920 ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് 25-ന് ഏതാണ്? നമ്മുടെ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് റാണി സേതു ലക്ഷ്മിബായിക്ക് നിവേദനമല്ല സംസാരിക്കാനൊക്കെ പോണത്, സന്ദർശിക്കുന്നത്. 1927-ന് എന്താണ്? ഇന്ത്യൻ പര്യടനം. ഓക്കെ, ഇന്ത്യൻ പര്യടനവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി കേരളം സന്ദർശിക്കുന്നത്. 1934 എന്താണ്? ഹരിജൻ ധനസമാഹരണത്തിന് വേണ്ടിയാണ്. ഓക്കെ, ഹരിജനങ്ങൾക്ക് ധനസമാഹരണത്തിന് വേണ്ടിയാണ് 1934. 1937 എന്തിനാണ്? ഗാന്ധിജിയുടെ ഏറ്റവും അവസാനത്തെ കേരള സന്ദർശനമാണ് 1937. ഓക്കെ, ഇപ്പോൾ 20, 25, 27, 34, 37. 14-ാമത്തെ ചോദ്യമാണ്, ഹണ്ടർ കമ്മീഷൻ നിയമിച്ച വർഷം? ഹണ്ടർ കമ്മീഷൻ എന്നാണ്?
ഓപ്ഷൻ എ ആണ് 1882 ഓക്കെ 1882. 15ാമത്തെ ചോദ്യമാണ് സാമ്പത്തിക വളർച്ചയിൽ മനുഷ്യ മൂലധനത്തിൻ്റെ പങ്ക് തിരിച്ചറിഞ്ഞ പഞ്ചവത്സര പദ്ധതി. സാമ്പത്തിക വളർച്ചയിൽ മനുഷ്യ മൂലധനത്തിൻ്റെ പങ്ക് തിരിച്ചറിഞ്ഞ സാമ്പത്തിക പദ്ധതി. ഇത് PSC സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ ഈ ഒരു പോയിൻ്റ് എടുത്തിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ 7ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ 7ാം പഞ്ചവത്സര പദ്ധതിയാണ്. 16ാമത്തെ ചോദ്യമാണ് 3 ദിവസത്തെ തമാശ എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിശേഷിപ്പിച്ചത്. ഏതാണ്? 3 ദിവസത്തെ തമാശ. ഓപ്ഷൻ ആരാണ്? AK ദത്തയാണ്. ഓക്കെ AK ദത്ത, അശ്വിനി കുമാർ ദത്ത. ഓക്കെ അശ്വിനി കുമാർ ദത്തയാണ് വിശേഷിപ്പിച്ചത്. 17ാമത്തെ ചോദ്യമാണ് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ്? ഓപ്ഷൻ എ ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16. ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ വൈസ്രോയ് മിൻറ്റോ ഫസ്റ്റ്. വിഭജന സമയത്ത് INC പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലെ. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയ് ഹാൻഡിച്ച് സെക്കൻഡ്. ഏതാണ് തെറ്റായിട്ടുള്ളത്? 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം നിലവിൽ വന്നത്. അതുപോലെ തന്നെ ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ വൈസ്രോയ് മിൻറ്റോ സെക്കൻഡാണ്. ഓക്കെ അപ്പോൾ ഇതാണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്. മിൻറ്റോ സെക്കൻഡാണ്. വിഭജന സമയത്ത് INC പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലെ. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയ് ഹാൻഡിച്ച് സെക്കൻഡാണ്. ഓക്കെ ഹാൻഡിച്ച് സെക്കൻഡാണ്. ഈ മിൻറ്റോ സെക്കൻഡ് തന്നെയാണ് നമ്മുടെ സ്വദേശി പ്രസ്ഥാനം രൂപം കൊണ്ട സമയത്തും മുസ്ലിം ലീഗ് രൂപീകരിച്ച സമയത്തും മിൻറ്റോ സെക്കൻഡ് തന്നെയാണ്. ഓക്കെ ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി, സ്വദേശി പ്രസ്ഥാനം രൂപപ്പെട്ട സമയത്തുള്ള വൈസ്രോയ് മിൻറ്റോ സെക്കൻഡ്, മുസ്ലിം ലീഗ് രൂപീകരിച്ചപ്പോൾ മിൻറ്റോ സെക്കൻഡാണ്. അടുത്ത് ബംഗാൾ വിഭജനം നടപ്പിലാക്കിയതാരാണ്? അത് കഴ്സൺ പ്രഭു ആണ്. ഓക്കെ കഴ്സൺ പ്രഭു നടപ്പിലാക്കുന്നു. നിലവിൽ വരുമ്പോൾ മിൻറ്റോ സെക്കൻഡ്, റദ്ദ് ചെയ്യുമ്പോൾ ഹാൻഡിച്ച് സെക്കൻഡ്. 18ാമത്തെ ചോദ്യം സ്വതന്ത്രം ബ്രിട്ടൻ്റെ ഔദാര്യമല്ല ഇന്ത്യയുടെ അവകാശമാണെന്ന് പ്രഖ്യാപിച്ചതാരെന്നാണ്? ആരാണ്? ഔദാര്യമല്ല ഇന്ത്യയുടെ അവകാശമാണെന്ന് പറഞ്ഞത് ഓപ്ഷൻ സി ആണ്. ആനി ബെസൻ്റ് ആണ്. ഓക്കെ ആനി ബെസൻ്റ് ആണ്. 19ാമത്തെ ചോദ്യമാണ് മാസ്റ്റർ ദ എന്നറിയപ്പെടുന്ന വിപ്ലവകാരി. ആരാണ് മാസ്റ്റർ ദ? സൂര്യ സെൻ ആണ്. ഓക്കെ ഓപ്ഷൻ എ സൂര്യ സെൻ ആണ്. ഓപ്ഷൻ എ സൂര്യ സെൻ ആണ്. 20ാമത്തെ ചോദ്യമാണ് ജനഗണമന ആദ്യമായി ആലപിച്ച INC സമ്മേളനം ഏതെന്നാണ്? ഏത് സമ്മേളനമാണ്? 1896 കൊൽക്കത്ത, 1909 ലാഹോർ, 1912 ബന്ദിപ്പൂർ, 1911 കൊൽക്കത്ത സമ്മേളനം. ജനഗണമന ആദ്യമായി ആലപിച്ച സമ്മേളനം 60 ഓപ്ഷൻ ഡി ആണ്. ഓക്കെ 1911 കൊൽക്കത്ത സമ്മേളനമാണ്. 1911 കൊൽക്കത്ത സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത്. 1896 കൊൽക്കത്ത സമ്മേളനത്തിന് എന്തിനാണ് പ്രത്യേകത? 1896 കൊൽക്കത്ത നമ്മുടെ വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് 1896 കൊൽക്കത്ത സമ്മേളനമാണ്. ജനഗണമനയാണെങ്കിൽ 1911 കൊൽക്കത്ത സമ്മേളനം. ഓക്കെ രണ്ടും കൊൽക്കത്ത സമ്മേളനമാണ്. 1911 ജനഗണമന, 1896 വന്ദേ മാതരം. 21ാമത്തെ ചോദ്യമാണ് ലിപ്പുലേഖ് ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. ലിപ്പുലേഖ് ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതിനാണ്? ഉത്തരാഖണ്ഡും ടിബറ്റും. ഓക്കെ ഇത് കോഡുണ്ടല്ലോ. എന്താ ടീ കുടിക്കുമ്പോൾ എന്താണ് ചായ കുടിക്കുമ്പോൾ ഉത്തരയുടെ ലിപ്പിൽ ചുണ്ടിൽ ചായ ആവും. അത് ഓർത്ത് വെച്ചാൽ ടീ കുടിക്കുമ്പോൾ ഉത്തരയുടെ ചുണ്ടിൽ, ചുണ്ട് മീൻസ് ലിപ്പിൽ ടീ ആവും. ഓക്കെ ചായ ചെറുതായിട്ട് പറ്റി പിടിച്ചിരിക്കുമല്ലോ. അപ്പോൾ അതങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഉത്തരാഖണ്ഡ് ടിബറ്റിനെ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ലിപ്പുലേഖ് ചുരം. 22ാമത്തെ ചോദ്യമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളിൽ പെടാത്തത് ഏതെന്നാണ്? ഏതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പെടുന്ന രാജ്യങ്ങളിൽ പെടാത്തത്? ഏതായിരിക്കും? അഫ്ഗാനിസ്ഥാനാണ്. ഓക്കെ അതുമാത്രമാണ് കുറച്ചെങ്കിലും ദൂരമായിട്ട് കിടക്കണേ നമുക്ക് പറയാൻ പറ്റിയത്. ബാക്കിയെല്ലാം ഇന്ത്യയോട് ചേർന്ന് കിടക്കണതാണ്. ഓക്കെ അപ്പം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരാൻ സാധ്യത ഉണ്ട്. അങ്ങനെ വേണമെങ്കിൽ വച്ച് നമുക്ക് എഴുതാൻ പറ്റും ആ ഒരു ഐഡിയ ഉപയോഗിച്ച്. 23ാമത്തെ ചോദ്യം ഇന്ത്യയിലെ പ്രധാന സുഖവാസ കേന്ദ്രമായ നൈനിറ്റാൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? നൈനിറ്റാൾ എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ഓക്കെ ഓപ്ഷൻ എ ആണ്. ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ചോദ്യം ഉണ്ടല്ലോ നിലവിൽ. എന്താണ്? രാജ്യത്തെ ഏക വ്യക്തി നിയമം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് കേട്ടോ. രാജ്യത്തെ ഏക വ്യക്തി നിയമം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ആരാണ്? ഉത്തരാഖണ്ഡ് എന്താണ്?
പുഷ്കർ സിംഗ് ധാമിയാണ്. ഓക്കെ, പുഷ്കർ സിംഗ് ധാമിയാണ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി. ഓക്കെ, ഉത്തരയ്ക്ക് നമ്മൾ പൂ കൊടുക്കുമെന്ന് അർത്ഥം, പൂ പുഷ്പം. ഓക്കെ, പുഷ്കർ സിംഗ് ധാമി എങ്ങനെയെങ്കിലും കണക്ട് ചെയ്ത് നോക്കിയാൽ ഉത്തരാഖണ്ഡ്. ഓക്കെ, ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയാണ് പുഷ്കർ സിംഗ് ധാമി. അതുപോലെ തന്നെ രാജ്യത്തെ ഏക വ്യക്തി നിയമം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡും. 24ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്രയാണ്? എത്രയാണ് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, 84,376. ഞാൻ നേരത്തെ പറഞ്ഞ ഫോൺ നമ്പർ പോലെ പഠിച്ചിരിക്കണം. 84,376. 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത്, 37 ഡിഗ്രി 6 മിനിറ്റ്. 25ാമത്തെ ചോദ്യമാണ്, ദേശീയ ജലപാത ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. കുറേ തവണ PSC ആയിട്ടുള്ള ക്വസ്റ്റ്യനാണിത്. ദേശീയ ജലപാത 2 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ എവിടെയാണ്? സാദിയ ധൂബ്രി. ഓക്കെ, സാദിയ ധൂബ്രി. ദേശീയ ജലപാത ഫസ്റ്റ് എവിടെ കൂടിയാണ് പോണത്? അലഹബാദ് ഹാൽഡിയാണ്. ഓക്കെ, ദേശീയ ജലപാത ഫസ്റ്റ്. ഓക്കെ, ഒന്നാമത്തെ നാഷണൽ വാട്ടർ വേ ഫസ്റ്റ് അലഹബാദ് ഹാൽഡിയ. ഇതും PSC കേട്ടാണ്. അതുപോലെ തന്നെ സെക്കൻഡ് നാഷണൽ വാട്ടർ വേ സെക്കൻഡ് സാദിയ ധൂബ്രിയാണ്. നാഷണൽ വാട്ടർ വേ 3 എവിടെയാണ്? അത് കൊല്ലം ടു കോഴിക്കോടാണ്. നമ്മുടെ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതയാണ് നാഷണൽ വാട്ടർ വേ 3 കൊല്ലം ടു കോഴിക്കോടാണ്. അതുപോലെ തന്നെ നാഷണൽ വാട്ടർ വേ 1 ഏതാണ്? ഗംഗാ നദിയിലാണ്. നാഷണൽ വാട്ടർ വേ 2 ഏതാണ്? ബ്രഹ്മപുത്ര നദിയിലാണ്. ഓക്കെ, ബ്രഹ്മപുത്ര നദിയിലാണ്. പിന്നെ ഗോദാവരി കൃഷ്ണ നദിയിലുള്ളതാണ് കാക്കിനദ ടു പുതുച്ചേരി വാട്ടർ വേ NW4 ആണ്. ഓക്കെ, NW4 ഏതാണ്? ഗോദാവരി കൃഷ്ണ നദിയിലാണ്. ഓക്കെ, ഗോദാവരി കൃഷ്ണ നദികളിൽ നിർമ്മിച്ചിരിക്കുന്ന ദേശീയ ജലപാതയാണ് കാക്കിനട ടു പുതുച്ചേരിയുള്ള നാഷണൽ വാട്ടർ വേ 4. ഓക്കെ, നാഷണൽ വാട്ടർ വേ 4. നമ്മുടെ NW3 അറിയാലോ, കൊല്ലം ടു കോഴിക്കോടാണ്. അടുത്ത ചോദ്യമാണ് 26ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതെന്നാണ്? ഓപ്ഷനും മാപ്പും ആലോചിച്ചാൽ കിട്ടാവുന്നേ ഉള്ളൂ. ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, സിക്കിം, അരുണാചൽ പ്രദേശ്, പശ്ചിമ ബംഗാൾ. ഓപ്ഷൻ എ ആണ്. 26. 27ാമത്തെ ചോദ്യമാണ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ തെക്കേ അറ്റം ഏതെന്നാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ തെക്കേ അറ്റം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, കന്യാകുമാരിയാണ്. പക്ഷേ ഇന്ത്യയുടെ തെക്കേയറ്റം ഏതാണ്? ഇന്ത്യയുടെ തെക്കേയറ്റം അത് ഇന്ദിരാ പോയിൻ്റാണ്. ഓക്കെ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ, അതായത് ഇന്ത്യൻ ഉപഭൂഖണ്ഡം, ഈ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേയറ്റം ഇവിടെ കന്യാകുമാരി. പക്ഷേ ഇന്ത്യയുടെ തെക്കേയറ്റം എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മുടെ ഇവിടെ ആൻഡമാൻ നിക്കോബാർ ഭാഗത്ത് പറഞ്ഞാൽ ഇന്ദിരാ പോയിൻ്റാണ്. ഓക്കെ, ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലാണ് ഇന്ദിരാ പോയിൻ്റ് ഉള്ളത്. പിഗ്മാലിയൻ പോയിൻ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ഇന്ദിരാ പോയിൻ്റാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യയുടെ വടക്കേറ്റം ഏതാണ്? ഇന്ദിരാ കോളാണ്. ഓക്കെ, ലഡാക്കിലാണ് ഇന്ദിരാ കോൾ ഇന്ത്യയുടെ വടക്കേറ്റം. ഇന്ദിരാ കോള്. ഇന്ത്യയുടെ കിഴക്കേ അറ്റം ഏതാണ്? കിബിത്തു ആണ്. അരുണാചൽ പ്രദേശിലുള്ള കിബിത്തു. ഓക്കെ, ഭായാണ് കിബിത്തു. ഇന്ത്യയുടെ കിഴക്കേ അറ്റം അരുണാചൽ പ്രദേശിലുള്ള കിബിത്തും. ഇന്ത്യയുടെ പടിഞ്ഞാറ് അറ്റം ഏതാണ്? പടിഞ്ഞാറേ അറ്റം അത് ഗുജറാത്തിലുള്ള ഗുഹാർ മോത്തിയാണ്. ഓക്കെ, ഗുഹാർ മോത്തി. ഇന്ത്യയുടെ പടിഞ്ഞാററ്റം ഗുഹാർ മോത്തി. ഇന്ത്യൻ ഉപദ്വീപിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേയറ്റം കന്യാകുമാരിയാണ്. 28ാമത്തെ ചോദ്യം, പൂർവ്വഘട്ടവും പശ്ചിമഘട്ടവും സന്ധിക്കുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. 29 ജയന്തിയ മലനിരകൾ ഏത് സംസ്ഥാനത്തിലാണ്? ജയന്തിയ മലനിരകൾ മേഘാലയ. ഓക്കെ, PSC കേട്ടിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ജയന്തിയ മലനിരകൾ മേഘാലയ. 30ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ധൂപ്ഗാർഹ്. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ആന്ധ്രാപ്രദേശിലെ ജിന്താഗഡ. ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ഗുരുശിഖർ. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് കേരളത്തിലെ ആനമുടി. ഏതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? ഏതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ഏത്? പരസ്നാഥ് കുന്നുകൾ. ഓക്കെ, പരസ്നാഥ് കുന്നുകളാണ്. ഓക്കെ, പരസ്നാഥ് കുന്നുകൾ. നമുക്കറിയാം, നമ്മൾ പണ്ടത്തെ നമ്മുടെ മോഹൻലാലിൻ്റെ ഒരു സിനിമ ഉണ്ടല്ലോ, ചോട്ടാ മുംബൈ എന്താണ് എപ്പോഴും നമ്മുടെ ഏഷ്യാനെറ്റ് മൂവീസിൽ പരസ്യം വരുമെന്ന് ഓർത്താൽ മതി. ഓക്കെ, പരസ്യം, പരസ്നാഥ്, ഛോട്ടാ നാഗ്പൂർ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഛോട്ടാ നാഗ്പൂർ പരസ്യം.
ഓക്കെ, പരസ്യം. ചോട്ടാ മുംബൈ സിനിമയുടെ എന്താണ് ആ ക്ലിപ്പ് എപ്പോഴും പരസ്യമായിട്ട് വരും. പരസ്നാഥ് പരസ്യം. ഓക്കെ, അപ്പോൾ ധൂപ്ഗാർഹ് എവിടുത്തെ ഏറ്റവും കൂടുതൽ കൊടുമുടിയാണ്? ധൂപ്ഗാർഹ് എവിടത്തെയാണ്? സത്പുരയിലെ പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ധൂപ്ഗാർഹ്. ഓക്കെ, സത്പുര പർവ്വതനിരയിലെ ഹയസ്റ്റ് പർവ്വതനിരയാണ് ധൂപ്ഗാർഹ്. ഓക്കെ, അതുപോലെ തന്നെ പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ആന്ധ്രാപ്രദേശിലെ ജിന്ദാഗാഡ. ആരവല്ലി പർവ്വതത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആണ് ഗുരുശിഖർ. പശ്ചിമഘട്ടത്ത് ആനമുടിയാണ്. 31ാമത്തെ ചോദ്യം, മുരളി ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ് മുരളി ശ്രീശങ്കർ? ലോങ് ജമ്പുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, ലോങ് ജമ്പുമായി ബന്ധപ്പെട്ടാണ് മുരളി ശ്രീശങ്കർ. 32ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയെ ക്ലാസിക് ഇമ്പീരിയൽ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്നാണ്? കേരളത്തിലെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് ചെയിൻ, കേരളത്തിലെ ഏറ്റവും വലിയ ഡബിൾ ഡക്കർ ബസ്, കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര യാത്രാ നൗക, കേരളത്തിലെ ഏറ്റവും വലിയ 5 സ്റ്റാർ ഹോട്ടൽ. ക്ലാസിക് ഇമ്പീരിയൽ ഏതാണ്? ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നതാണ്. ഏറ്റവും വലിയ ആഡംബര കപ്പലാണ്, യാത്രാ നൗകയാണ്. ഓക്കെ, ഏറ്റവും വലിയ ആഡംബര യാത്രാ നൗകയാണ് ക്ലാസിക് ഇമ്പീരിയൽ. 33ാമത്തെ ചോദ്യം, സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആകുന്ന സിനിമാ താരം? ഏതാണ്? ഇന്ദ്രൻസ് ആണ്. ഓക്കെ, ഇന്ദ്രൻസും നമ്മുടെ ഇടയ്ക്ക് SLC ഒക്കെ എഴുതിയെടുത്തെന്നൊക്കെ പറഞ്ഞ് ന്യൂസിലേക്ക് ഉണ്ടായിരുന്നതാണ്. ഇന്ദ്രധനുസ് ആരുടെ ആത്മകഥയാണ്? ഇന്ദ്രധനുസ് അത് ഇന്ദ്രൻസിൻ്റെ ആത്മകഥയാണ്. ഓക്കെ, ഇന്ദ്രൻസിൻ്റെ ആത്മകഥയാണ് ഇന്ദ്രധനുസ്. ഓക്കെ, ഇന്ദ്രധനുസ്. അതുപോലെ ക്ലിക്കാലം ആരുടെ ആത്മകഥയാണ്? ക്ലിക്കാലം PSC ഇടയ്ക്ക് കേട്ടാണ്. ക്ലിക്കാലം നമ്മുടെ P. വത്സലയുടെ. ഓക്കെ, P. വത്സലയുടെ ആത്മകഥയാണ് ക്ലിക്കാലം. 34 സഹകരണ ബാങ്കുകൾക്ക് പേരിനൊപ്പം ബാങ്ക് എന്ന് ഉപയോഗിക്കരുതെന്ന് റിസർവ് ബാങ്കിൻ്റെ നിർദ്ദേശം സംസ്ഥാനത്ത് ആദ്യമായി നടപ്പാക്കുന്ന സ്ഥാപനം ഏതെന്നാണ്? സഹകരണ ബാങ്കുകൾക്ക് പേരിനൊപ്പം ബാങ്ക് എന്ന പദം വേർഡ് ഉപയോഗിക്കരുതെന്ന് റിസർവ് ബാങ്ക് നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. അത് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന ആദ്യത്തെ സ്ഥാപനം ഏതെന്നാണ്? നമ്മുടെ കാലിക്കറ്റ് സിറ്റി സർവീസ് ബാങ്കാണ്. ഓക്കെ, കാലിക്കറ്റ് സിറ്റി സർവീസ് ബാങ്കാണ്. 35 കേരളത്തിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും തെറ്റായ ജോഡി കണ്ടെത്താനാണ്? ഏതാണ് തെറ്റായിട്ടുള്ളത്? ഓപ്ഷൻ A ആണ്. ഓക്കെ, KN ബാലഗോപാൽ. വ്യവസായ വകുപ്പല്ല, ധനകാര്യ വകുപ്പാണ്. ഓക്കെ, ധനമാണ്. വ്യവസായ വകുപ്പ് മന്ത്രി ആരാണ്? P. രാജീവാണ്. ഓക്കെ, P. രാജീവിൻ്റെ മണ്ഡലം ഏതാണ്? കളമശ്ശേരി മണ്ഡലത്തിൽ നിന്ന് ജയിച്ച P. രാജീവാണ് നിയമം, വ്യവസായം, വാണിജ്യം, ഖനനം, കൈത്തറി, ജിയോളജി, ഖാദി, അതുപോലെ തന്നെ കശുവണ്ടി വ്യവസായം, ഗ്രാമവികസനം, കയർ, ഇതെല്ലാം P. രാജീവിൻ്റെ വകുപ്പുകളാണ്. ഓക്കെ, ഏതൊക്കെയാണ്? P. രാജീവ്. മണ്ഡലം ഓർക്കണം, കളമശ്ശേരിയാണ്. ഓക്കെ, P. രാജീവ് മന്ത്രിയുടെ നിയമസഭാ മണ്ഡലം കളമശ്ശേരിയാണ്. വകുപ്പുകളാണ് നിയമമുണ്ട്, നിയമം, വ്യവസായം, വാണിജ്യം. ഓക്കെ, നിയമം, വ്യവസായം, വാണിജ്യം, ഖനനം, കൈത്തറി, പിന്നെ ഖാദി, ഗ്രാമവികസനങ്ങൾ, അതുപോലെ തന്നെ ഗ്രാമവ്യവസായങ്ങൾ, കശുവണ്ടി വ്യവസായം, കയർ ബോർഡെല്ലാം P. രാജീവിൻ്റെയാണ്. കൃഷി P. പ്രസാദ്. ഓക്കെ, കൃഷി, മണ്ണ്, അതുപോലെ തന്നെ കേരള കാർഷിക യൂണിവേഴ്സിറ്റി, ഇതെല്ലാം P. പ്രസാദിൻ്റെയാണ്. P. പ്രസാദിൻ്റെ മണ്ഡലം ഓർക്കണം, ചേർത്തലയാണ്. ഓക്കെ, ചേർത്തല. P. പ്രസാദ്, ചേർത്തല. നമ്മൾ പ്രസാദമൊക്കെ തലയിലല്ലേ ഇടണം, അപ്പോൾ ചേർത്തല, തല. ഓക്കെ, അങ്ങനെ ഓർത്താലും മതി. P. പ്രസാദ്, ചേർത്തല. അതേപോലെ നമ്മുടെ കൃഷി ചെയ്യുമ്പോൾ എന്താണ്? ദേഹത്ത് നല്ലപോലെ ചെളിയാവുമല്ലോ, അപ്പം ചേറ് എന്താണ്? കൃഷി. അങ്ങനെയും ഓർത്ത് വയ്ക്കുക. അതുപോലെ മണ്ണ് സർവേ, മണ്ണ് സംരക്ഷണമൊക്കെ P. പ്രസാദാണ്. അപ്പം അങ്ങനെയും കണക്ട് ചെയ്ത് വയ്ക്കാം. ചേർത്തല, ചേറ്, മണ്ണ്, കൃഷി. അല്ല, തലയിലാണ് ഇടണത്. അപ്പോൾ എന്താണ്? പ്രസാദാണ് തലയിലിടുന്നത്, P. പ്രസാദ്. വീണ ജോർജിൻ്റെയാണ് വനിതാ ശിശു വികസനം. ഓക്കെ, വനിതാ ശിശു വികസനം. മണ്ഡലം ഓർക്കണം, ആറന്മുള. ഓക്കെ, ആറന്മുള. മുളയുടെ ഇടയിലാണ് നമ്മൾ വീണത്, അങ്ങനെ ഓർക്കണം. അപ്പോൾ ശ്രീമതി വീണ ജോർജിൻ്റെ നിയമസഭാ മണ്ഡലം എവിടെയാണ്? ആറന്മുളയാണ്. വകുപ്പുകളാണ് ആരോഗ്യം, കുടുംബക്ഷേമം, അതുപോലെ മെഡിക്കൽ വിദ്യാഭ്യാസം, വനിതാ ശിശുക്ഷേമം, മെഡിക്കൽ യൂണിവേഴ്സിറ്റി, ഇതൊക്കെ. അല്ല, ആയുഷും വീണ ജോർജിൻ്റെയാണ്. അതൊക്കെ കിട്ടും മെഡിക്കലായിട്ട് ബന്ധപ്പെട്ട. പിന്നെ ആർ ബിന്ദു സാമൂഹ്യ നിധിയാണ്. 36 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തതിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ്? ഏതാണ് തെറ്റായിട്ട് സ്റ്റേറ്റ്മെൻറ്റ്? ഓപ്ഷൻ D ആണ്. ഓക്കെ, ഓപ്ഷൻ D ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. 77 2023 നവംബറിൽ സംസ്ഥാനത്തെ പട്ടികവർഗ വികസന ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന.
പട്ടികവർഗ ഓപ്പറേഷൻ വനജാണ്. ഓക്കെ, ഓപ്പറേഷൻ വനജാണ്. ഓപ്പറേഷൻ വനജ്. 38ാമത്തെ ചോദ്യം, DY ചന്ദ്രചൂഡ് ഇന്ത്യയുടെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസാണ്? എത്രാമത്തെയാണ്? 50ാമത്തെ. ഓക്കെ, 78. 38ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ്. 39, 2023 G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ്. ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു. നരേന്ദ്രമോദി അധ്യക്ഷനായിരുന്നു. മുദ്രാവാക്യം വസുദൈവ കുടുംബകം. 18ാമത് ഉച്ചകോടി ഏതാണ്? PSC കുറേ തവണ റിപ്പീറ്റ് ചെയ്ത് കേട്ട ചോദ്യമാണ്. ഓപ്ഷൻ എ ആണ്. ഓക്കെ, എല്ലാം ശരി തന്നെയാണ്. ലാസ്റ്റ് ചോദ്യമാണ് 40ാമത്തെ ചോദ്യം. ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യ സ്വർണം നേടാത്ത മത്സര ഇനങ്ങൾ ഏതൊക്കെയെന്നാണ്? ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യ സ്വർണം നേടാത്ത മത്സര ഇനങ്ങൾ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, റോവിങ്, ചെസ്സ്, ഗോൾഫ്. ഓക്കെ, റോവിങ്, ചെസ്സ്, ഗോൾഫ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് കിട്ടിയ മാർക്കും അതുപോലെ തന്നെ എക്സാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ